പരീക്ഷകളിൽ ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു വിഷയം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിൽക്കുമോ? മാത്സ് ആണ് എല്ലാവർക്കും. പക്ഷെ എന്തുകൊണ്ട് മാത്സിൽ ഫുള്ള് സ്കോർ ചെയ്യാം? നിങ്ങൾ ചരിത്രമോ ജോഗ്രഫിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയമോ പഠിക്കുന്നതിനേക്കാൾ എളുപ്പത്തിലും വേഗത്തിലും മാത്സ് സ്കോർ ചെയ്യാം. പിന്നെ എന്തുകൊണ്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല? നമുക്കിന്ന് കണക്കുകൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഒന്ന്, മാത്സുമായി ബന്ധപ്പെട്ട വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ നോക്കൂ, അതിന് വ്യൂവേഴ്സ് വളരെ കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ നിങ്ങളത് ഉപേക്ഷിക്കും. അപ്പം മാത്സ് എങ്ങനെ പഠിക്കണം എന്ന് നമുക്ക് കണക്ക് ചില മുൻകാല ചോദ്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ചില ചോദ്യങ്ങൾ ചെയ്തുകൊണ്ട് കേരള PSC പരീക്ഷകളിൽ മാത്സ് എങ്ങനെയാണ് പഠിക്കുക എന്നുള്ള ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രഘുനന്ദനൻ MV. വിൻഡോ എജുവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ മാത്സ് ആണ് അല്ലേ, കണക്കാണ്. അപ്പോൾ കണക്ക് പഠിക്കുന്നതിന് ഞാനൊരു വഴി പറയാം. നിങ്ങൾ ആദ്യം ഒരു ഗണിത ചോദ്യം കണ്ടു. ആ ചോദ്യം കണ്ടാൽ നിങ്ങൾ ഉടൻ കയ്യിലൊരു പേപ്പറും പേനയും കരുതുക. ഓക്കെ, ഒരു തുണ്ട് പേപ്പറും പേനയും, അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്ക് ആണെങ്കിൽ ഇറ്റ്സ് ബെസ്റ്റ്. എന്നിട്ട് ഒരു ചോദ്യം യൂട്യൂബിലോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കോഴ്സിലോ ഉണ്ടെങ്കിൽ ആ ചോദ്യം അവിടെ എഴുതി വെക്കുക. ആ ചോദ്യം നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിലോ അവിടെയോ എഴുതി വെക്കുക, ഒന്നാമത്തെ സ്റ്റെപ്പ്. എന്നിട്ട് ആ ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യുന്നു? സ്വന്തമായി സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നു. ഒന്നാമത്തെ ഘട്ടം ചോദ്യമാണ്. ആ ചോദ്യം എഴുതി വെച്ചു. സ്വന്തമായി സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. സ്വന്തമായി സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ആ വീഡിയോ കാണുന്നു, തുടർച്ചയായിട്ട് ആ വീഡിയോ കാണുന്നു. നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പം നിങ്ങൾ ഈ ചോദ്യം എഴുതി വെച്ചു എന്ന് കരുതുക. 2�3 × 5⁴ വില എന്ത്? നിങ്ങൾ പലതരത്തിൽ നിങ്ങൾക്കിത് ചെയ്യാം. 2�3× 5⁴ വില എന്ത്, എത്ര എന്ന് ചോദിക്കുമ്പോൾ ഈ ചോദ്യം മനസ്സിലാവാത്ത ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ ശ്രദ്ധയോടുകൂടി ആ ചോദ്യം വായിക്കുകയും മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടാവില്ല. ആ ചോദ്യം തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. ഉദാഹരണത്തിന് 2�3 എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്താ 2�3? ഇങ്ങനെയല്ല ചെയ്യട്ടെ, പക്ഷെ ഞാൻ ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. 2�3 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 ആണ്. എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പം 5⁴ എന്തായിരിക്കും? 5 × 5 × 5 × 5 ആണ്. വലിയ സംഖ്യയല്ലേ, പെട്ടെന്ന് നമുക്ക് ഗുണിച്ചെത്താൻ പറ്റില്ല. നമുക്ക് ആകെ 1 മിനിറ്റ് സമയമേ ഉള്ളൂ. പക്ഷേ ഈ 2⁴ 5⁴ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. 5 × 5 25 ആണ്. 25 125 ആണ്. 125 × 5 625 ആണ് എന്നുള്ള അറിയുന്ന മാത്സ് അറിയുന്ന ഒരാൾ അത് പെട്ടെന്ന് തന്നെ 625 എന്ന് കണ്ടെത്തും. പക്ഷേ ഇത് അറിയാത്ത ഒരാൾ, ഗുണിക്കാൻ പോകുന്ന അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നേരം പിടിക്കും. പക്ഷെ 5⁴ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് ചെയ്യേണ്ട രീതി ഇതല്ല, പക്ഷേ ഇത് അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക്. ഇത് അറിയുന്നില്ലെങ്കിൽ 2�3 എന്താണെന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും AI ടൂളിൽ, ChatGPTയിലോ ജെമിനിയിലോ ഒക്കെ AI ടൂളുകളാണ്, നിങ്ങളുടെ മൊബൈലിൽ കിട്ടും. നിങ്ങളൊന്ന് അടിച്ചു നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഡീപ്സീക്ക്, ചൈനയുടെ ഈ AI ടൂളിൽ നിങ്ങൾ ജസ്റ്റ് 2�3 എന്നതിനെ അടിച്ചു നോക്കൂ, അധികവും കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മലയാളത്തിൽ ഇംഗ്ലീഷിൽ അടിച്ചു നോക്കിയാൽ തന്നെ കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ 2³ അല്ലെങ്കിൽ 5⁴ എന്നടിച്ചു നോക്കിയാൽ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് കിട്ടും. അപ്പം ഇതെഴുതുമ്പോൾ നിങ്ങൾക്ക് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എക്സ്പോണൻഷ്യൽ റൂൾസ് എന്ന് പറയും. അത് നിങ്ങൾ അവിടെ അറിഞ്ഞിരിക്കണം. അപ്പം ഇതൊക്കെ പറയുന്ന ഒരാൾ പറഞ്ഞു പോകുന്നുണ്ടാവും. അപ്പം എന്താണ് എക്സ്പോണൻഷ്യൽ റൂൾസ്? അതും കൂടി അറിയണം. അതായത് a⁴m × a⁴n എന്ന് പറഞ്ഞാൽ a⁴m+n ആണ്. അവിടെ നിങ്ങൾ നല്ല ശ്രദ്ധിക്കണം. നോക്കൂ, ഇവിടെ ഇതിനെ ബേസ് എന്നാ പറയുക. ഇത് ബേസ് രണ്ടും ഒരുപോലെ ഇരിക്കണം. ഒരു ഭാഗത്ത് a ആണെങ്കിൽ മറ്റേ ഭാഗത്തും a ആയിരിക്കണം. ഇനി ഇവിടെ കൃതി m ആണ്, ഇവിടെ കൃതി n ആണ്. ചുരുക്കത്തിൽ ഇപ്പം a2 എന്നെടുത്താൽ, ഇപ്പം m5 എന്നെടുത്താൽ അടുത്തത് 2 എടുക്കണം. എന്നിട്ട് 4 എടുത്തു എന്ന് വിചാരിച്ചോളൂ. ഇവിടെ 2 എത്ര പ്രാവശ്യം ഗുണിക്കണം? 5 പ്രാവശ്യം ഗുണിക്കണം. ഇവിടെ 2 എത്ര പ്രാവശ്യം ഗുണിക്കണം? 4 പ്രാവശ്യം ഗുണിക്കണം.
ഇത് പരസ്പരം ഗുണിക്കലാവുമ്പോൾ 2 5 4 9 പ്രാവശ്യം ഗുണിക്കലല്ലേ? സിമ്പിളായി ശ്രദ്ധിച്ചു നോക്കൂ, സിമ്പിളാണ്. ഇവിടെ പറയുന്നു 2 5 പ്രാവശ്യം ഗുണിക്കണമെന്ന്. ഇവിടെ പറയുന്നു 2നെ 5 കൊണ്ട് ഗുണിക്കുന്നതും 2 5 പ്രാവശ്യം ഗുണിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. 2നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 5 10 എന്നാണ് പറയുക. പക്ഷേ 2 ഘാതം 5 എന്ന് പറയുന്നത് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ആണ്. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് 2 2 4 4 2 8 8 2 16 16 2 32 ആണ്. അപ്പോൾ ഇവിടെ 2നെ 5 പ്രാവശ്യം ഗുണിക്കണം. എന്നിട്ട് വീണ്ടും ഇതിനെ 2 4 പ്രാവശ്യം ഗുണിച്ചത് കൊണ്ട് ഗുണിക്കണം. ചുരുക്കത്തിൽ 2 എത്ര പ്രാവശ്യം ഗുണിക്കണം? ആവർത്തിച്ച് ഗുണിക്കണം. 9 പ്രാവശ്യം ആവർത്തിച്ച് ഗുണിക്കണം. അതായത് 5 4 കൂടിയും കൂട്ടിയത് ഗുണിക്കണം. അതുകൊണ്ടാണ് ഏകാദം എം ഇൻറ്റു ഏകാദം എൻ സമം ഏകാദം എം പ്ലസ് എൻ എന്ന് പറയുന്നത്. ഇത് പരീക്ഷയ്ക്ക് ഇത് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. എക്സ്പോണൻഷ്യൽ റൂളിൽ മറ്റൊന്നാണ് ഏകാദം എം ഡിവൈഡഡ് ബൈ ഏകാദം എൻ സമം ഏകാദം എം മൈനസ് എൻ. നേരത്തെ ഗുണിക്കലാണ്, കൂട്ടലായിരുന്നെങ്കിൽ ഇപ്പൊ കുറയ്ക്കലാണ്. ഏകാദം എം ഡിവൈഡഡ് ബൈ ഏകാദം എൻ. ഇപ്പോൾ നമുക്ക് എടുക്കാം 3 ഘാതം 6 ഡിവൈഡഡ് ബൈ 3 ഘാതം 4 ആണെങ്കിൽ നിങ്ങൾക്കറിയാലോ 3 എത്ര പ്രാവശ്യം ഗുണിക്കണം? 6 പ്രാവശ്യം ഗുണിക്കണം. 3 3 ഇനി 4 3 കൂടി വേണം അല്ലേ? 3 ഇവിടെ 4 പ്രാവശ്യവും ഗുണിക്കണം. അപ്പോൾ അത് മതി. ചുരുക്കത്തിൽ നോക്കൂ, ഇവിടെയുള്ള ഈ 4 പ്രാവശ്യമുള്ള 3ൻ്റെ ഗുണനവും ഇവിടെയുള്ള ഈ 4 പ്രാവശ്യമുള്ള 3ൻ്റെ ഗുണനവും കുറവാകും. അതായത് ഈ ടോട്ടൽ 6ൽ നിന്ന് എന്ത് പോകുന്നു? 4 പോകുന്നു. അപ്പം നമുക്ക് 2 എന്ന് കിട്ടും. അപ്പം ഏകാദം എം ഡിവൈഡഡ് ബൈ ഏകാദം എൻ എന്ന് പറഞ്ഞാൽ ഏകാദം എം മൈനസ് എൻ ആണ്. ഇനി നോക്കൂ, മറ്റൊന്ന് നമ്മൾ ഓർക്കേണ്ടത്, ഏകാദം 0 ഏത് സംഖ്യയുടെയും കൃതി 0 ആണെങ്കിൽ 1 ആയിരിക്കും. അത് ഈ റൂളിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതായത് ഇപ്പോൾ 5 ഘാതം 4 അതിനെ തന്നെ 5 ഘാതം 4 കൊണ്ട് ഹരിക്കുന്നതിനെയാണല്ലോ 1 എന്ന് പറയുക അല്ലേ? ഒരു സംഖ്യയെ അതുകൊണ്ട് തന്നെ ഹരിക്കുന്നതിനല്ലേ 1 എന്ന് പറയുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ നേരത്തെ റൂൾ പ്രകാരം 5 ഘാതം 4 മൈനസ് 4 അല്ലേ ഇത്? അതെന്തിനു തുല്യമാണ്? 1ന് തുല്യമാണ്. അഥവാ 5 ഘാതം 0 1ന് തുല്യമാണ്. അപ്പോൾ ഒരു ചോദ്യത്തെ മനസ്സിലാക്കുമ്പോൾ ഈ ഘടകങ്ങളൊക്കെ ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട റൂള് ഒക്കെ നിങ്ങളുടെ മനസ്സിൽ വരുന്നു. ഇപ്പം നമുക്ക് എക്സ്പോണൻഷ്യൽ റൂള് കിട്ടി. ഏകാദം എം ഇൻറ്റു ഏകാദം എൻ സമം ഏകാദം എം പ്ലസ് എൻ ആണ്. അല്ലാതെ അത് എന്തല്ല, അതും കൂടി നന്നായിട്ട് ഓർത്തിരിക്കണം. എന്തല്ല എന്നുള്ളത് എപ്പോഴും PSCയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏകാദം എം എൻ അല്ല. ഇങ്ങനെ എഴുതാൻ നമുക്ക് തോന്നും, ഇതല്ല. അതുപോലെ തന്നെ ഏകാദം എം ഡിവൈഡഡ് ബൈ ഏകാദം എൻ എന്ന് പറഞ്ഞാൽ ഏകാദം എം മൈനസ് എൻ ആണ്. അതിനടുത്തത് ഏകാദം ഏകാദം 0 സമം 1 ആണ്. അപ്പം 3 റൂളായല്ലോ. ഈ 3 റൂളും നിങ്ങൾ എഴുതി വയ്ക്കുക. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, ഇതൊക്കെ എവിടുന്നാണ് കിട്ടുക? ഇത്തരത്തിലുള്ള പല വീഡിയോ ക്ലാസ്സുകളും യൂട്യൂബിലാകെ പരന്ന് കിടക്കുന്നുണ്ട്. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ അത് നിങ്ങൾ കണ്ടെത്തി പഠിക്കുക, അത്രയേ ഉള്ളൂ. അതല്ലെങ്കിൽ ഞങ്ങൾക്ക് കോഴ്സ് ഉണ്ട്, 10th ലെവൽ എക്സാമിൻ്റെ ഫുള്ള് കോഴ്സ് ഉണ്ട്. അതിൽ 8075963937 എന്ന നമ്പറിലേക്ക് 8075963937 എന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കരുത്, വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. ഞങ്ങൾക്ക് സെപ്പറേറ്റ് കോഴ്സ് ഉണ്ട്, ആ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ബേസിക്സ് വെച്ച് നിങ്ങൾക്ക് ഗണിതം പഠിപ്പിച്ചു തരും. അതല്ല 10th ലെവലിൻ്റെ കംപ്ലീറ്റ് സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ആ കോഴ്സിൽ ചേർന്നാലും ഇതേ ഹെൽപ്പ് കിട്ടും. അപ്പം ഞാൻ പറയുന്ന ഒന്നാമത്തെ സ്റ്റെപ്പായിട്ടേ ഉള്ളൂ. ഒന്നാമത്തെ സ്റ്റെപ്പ് ചോദ്യം എഴുതി വെച്ചു, സ്വയം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് ആ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയാണ്. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ക്ലാസ്സിൽ ചേരുമ്പോൾ നിങ്ങൾക്കത് പറഞ്ഞു തരും. എങ്ങനെയാണ് നിങ്ങളിപ്പോൾ
ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ, അപ്പോൾ ആ ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വിശദീകരിച്ചു തരും. ഇത് മനസ്സിലാക്കണം നിങ്ങൾ ആദ്യം. ഇത് കുറേ ക്വസ്റ്റ്യനൊന്നും എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ ഇങ്ങനെ പോകേണ്ടി വരില്ല, ദീർഘമായിട്ട് പോകണ്ട. കാരണം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ബേസിക്സ് ഒക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടേക്ക് ഇപ്പോൾ തിരിച്ചു പോകാം. അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത്, അതും കഴിഞ്ഞ് ചെയ്യേണ്ടത് എന്താണ്, അല്ലെങ്കിൽ SCERT ടെക്സ്റ്റ് ബുക്ക് മൊത്തം കയ്യിലുണ്ടായാൽ മതി നിങ്ങളുടെ. അതിലും ഈ കാര്യങ്ങൾ അതാത് പാഠം വായിച്ചു നോക്കുക. ആ പാഠം എടുത്ത് വായിച്ചു നോക്കുക. തുടക്കത്തിൽ നിങ്ങൾക്ക് സമയം പിടിക്കും, പക്ഷെ പിന്നീട് നിങ്ങൾക്ക് എളുപ്പമായിട്ട് മാറും. SCERT ടെക്സ്റ്റ് ബുക്കുകൾ മുഴുവൻ നിങ്ങൾക്ക് സമഗ്ര പോർട്ടലിൽ പോയാൽ ലഭിക്കുകയും ചെയ്യും. കുറച്ചു കാലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള ആ മാത്സ് പാഠപുസ്തകങ്ങളിലെ ഓരോ പാഠവും ഏതാണെന്ന് കുറച്ച് ചോദ്യങ്ങൾ, ഒരു 200-250 ചോദ്യങ്ങൾ പോകുമ്പോൾ തന്നെ നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും. നിങ്ങളുടെ ബേസിക്സ് ഉറച്ചിട്ടുണ്ടായിരിക്കും. ഈ രീതിയിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. നമുക്കിനി റൂളിലേക്ക് പോകാം. അപ്പോൾ ഏഘാതം എം ഇൻറ്റു ഏഘാതം എൻ സമം ഏഘാതം എം പ്ലസ് എൻ ആണ്. ഏഘാതം എം ഡിവൈഡഡ് ബൈ ഏഘാതം എൻ സമം ഏഘാതം എം മൈനസ് എൻ ആണ്. ഏഘാതം 0 സമം 1 ആണ്. ഇനി റൂളുണ്ട്. ഇനി അടുത്ത റൂള് നിങ്ങളൊന്ന് നോക്കൂ. നമുക്ക് ആദ്യം ഇപ്പം ഇങ്ങനെ ഒരു സംഖ്യ എഴുതിയെന്നുള്ളൂ. 1 1/2 5 എന്താണ്? ഈ 1നെ നമുക്കറിയാലോ 2 0 എന്ന് വിളിക്കാമെന്ന്. കാരണം ഏതൊരു സംഖ്യയുടെയും കൃതി 0 ആണെങ്കിൽ അത് 1 ആണ്. ബൈ 2 5. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഇത് 2 0 മൈനസ് 5 ആണ്, അഥവാ 2 മൈനസ് 5. അപ്പൊ 2 മൈനസ് 5നെ തന്നെയാണ് നമുക്ക് 1/2 5 എന്ന് പറയാൻ പറ്റുക. അഥവാ ഏഘാതം മൈനസ് എം എന്ന് പറഞ്ഞാൽ 1/ഏഘാതം എം ആണ്. ഇപ്പൊ നോക്കൂ, നമ്മൾ പഠിച്ചത് എത്ര സിമ്പിളായിട്ട്. നിങ്ങളിത് എവിടെ റൂൾ അവിടെ എഴുതി വയ്ക്കുന്നു. ഏഘാതം എം ഇൻറ്റു ഏഘാതം എൻ സമം ഏഘാതം എം പ്ലസ് എൻ. ഏഘാതം എം ഡിവൈഡഡ് ബൈ ഏഘാതം എൻ സമം ഏഘാതം എം മൈനസ് എൻ. ഏഘാതം മൈനസ് എം സമം 1/ഏഘാതം എം. ഏഘാതം 0 സമം 1. A⁻0 സമം 1. അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരൊറ്റ കാര്യം കൂടിയുണ്ട്. അത് വെച്ചിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെയാണ് വെച്ചോളൂ. ഏഘാതം എം ഇൻറ്റു ബീഘാതം എം. നേരത്തെ എല്ലാ കണക്കുകളിലും ബേസ് ഈക്വൽ ആയിരുന്നു. ഇവിടെ എ ആണെങ്കിൽ ഇവിടെ എ ആയിരുന്നു. എന്നാൽ കൃതികൾ വ്യത്യസ്തമായിരുന്നു. ഇവിടെ എം ആണെങ്കിൽ ഇവിടെ എൻ ആയിരിക്കും. ഇവിടെ ബേസ് വ്യത്യസ്തമായി, പക്ഷെ കൃതികൾ ഈക്വൽ ആണ്. അങ്ങനെ വന്നാൽ നിങ്ങൾക്കിതിനെ എ ഇൻറ്റു ബീഘാതം എം എന്നെഴുതാം. അതായത് കൃതികൾ തുല്യമാണെങ്കിൽ അവയുടെ ഗുണനഫലമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് പൊതുവായ കൃതിയാണെങ്കിൽ ആ പൊതുവായ കൃതിയെ പുറത്തെടുത്ത് എയിനെയും ബിനെയും ഗുണിക്കാം. അതായത് ഇപ്പം ഇങ്ങനെ വന്നു വിചാരിച്ചോളൂ. 2 5 ഇൻറ്റു 3 5 സമം 2 ഇൻറ്റു 3 5. ഇപ്പം നമ്മൾ എല്ലാ റൂളും മനസ്സിലാക്കി. എക്സ്പൊണൻഷ്യൽ റൂൾസ് ഇതൊക്കെ SCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതാത് പാഠങ്ങളിലുണ്ട്. അപ്പോൾ ഒന്ന് അതിലെ ബോക്സിലേക്കൂടെ ഇങ്ങനെ കടന്നു പോയാൽ മതി. ആ ഒരു പാഠം കണ്ടെത്തുക, ആ ബോക്സിലൂടെ കടന്നു പോവുക. ആദ്യം ബുദ്ധിമുട്ടാവും, പക്ഷെ പിന്നീട് നിങ്ങൾക്ക് അത് എളുപ്പമായിട്ട് മാറും. അല്ലെങ്കിൽ ഇതുപോലുള്ള കോഴ്സുകളോ അതല്ലെങ്കിൽ യൂട്യൂബിൽ പരതിയോ നിങ്ങൾക്ക് ഈ 3 വഴിയും ചെയ്യാം. ആദ്യത്തെ 2 വഴികളിലാണെങ്കിൽ നിങ്ങൾക്ക് സമയം പോകുന്നേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ പഠിച്ചിരിക്കും. 3ാമത്തെ വഴി നമ്മുടെ കോഴ്സോ അതുപോലുള്ള കോഴ്സുകളോ ആണെങ്കിൽ നിങ്ങൾക്ക് സമയലാഭം കിട്ടും. കൃത്യമായൊരു ഗൈഡൻസിലോടുകൂടി നിങ്ങൾക്ക് വേഗത്തിൽ പഠിച്ചെടുക്കാം. അല്ലാതെ കണക്ക് നിങ്ങൾ വെറുതെ ചെയ്തു പോയത് കൊണ്ട് നിങ്ങൾക്ക് അവിടെയും ഇവിടെയും കുറേ മാർക്ക് കിട്ടും, കുറച്ച് കഴിഞ്ഞാൽ ഇത് മറന്നു പോവുകയും ചെയ്യും. അപ്പോൾ ഏഘാതം എം ഇൻറ്റു ഏഘാതം എൻ എന്ന് പറഞ്ഞാൽ ഏഘാതം എം പ്ലസ് എൻ ആണ്. ഏഘാതം എം ഡിവൈഡഡ് ബൈ ഏഘാതം എൻ എന്ന് പറഞ്ഞാൽ ഏഘാതം എം മൈനസ് എൻ ആണ്. ഏഘാതം മൈനസ് എം എന്ന് പറഞ്ഞാൽ 1/ഏഘാതം എം ആണ്. അടുത്തത് ഏഘാതം 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഏഘാതം എം ഇൻറ്റു ബീഘാതം എം എന്ന് പറയുന്നത് AB⁻ M ആണ്. ഇതെഴുതി വെച്ചു. അപ്പം തോന്നും ചില സംശയങ്ങൾ ബാലൻസ് ആവും. ടെൻഷൻ അടിക്കണ്ട. അങ്ങനെ തന്നെയാണ് പഠനത്തിൻ്റെ തുടക്കം. നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ
നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കൊരു യാതൊരു സംശയവും തോന്നുന്നില്ലേ, നിങ്ങൾക്ക് ആ ചോദ്യം മനസ്സിലായിട്ടില്ല എന്നാണ് അർത്ഥം. അതായത് ഇപ്പോൾ അത് ഒരു ഉദാഹരണം ഞാൻ വീണ്ടും പറയാം. ഇപ്പോൾ നമുക്ക് ഈ ചോദ്യം എടുത്തു, ഈ ചോദ്യത്തിൽ എന്താ പറയുന്നത്? ഈ ചോദ്യത്തിൽ ഒരു മിനിറ്റ്, ഈ ചോദ്യത്തിൽ 2/3 ഇൻറ്റു 5/4 വില എന്ത്? നിങ്ങൾക്ക് വിചാരിക്കും നിങ്ങൾ ഇത് മനസ്സിലാക്കി എന്ന് നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായി, പക്ഷെ ചെയ്യാൻ അറിയില്ല എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായിട്ടില്ല എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കാരണം ആ എക്സ്പൊണൻഷ്യൽ റൂൾ കൂടി അറിയുന്ന ഒരാൾക്കാണ് ഇതിൻ്റെ ഉത്തരം മനസ്സിലാവുള്ളൂ. ആ എക്സ്പൊണൻഷ്യൽ റൂൾ മൊത്തം നിങ്ങളുടെ മനസ്സിലുണ്ട് വരുമ്പോൾ ഇത് കാണുമ്പോൾ അത് നിരന്തരം പഠിക്കുന്നതിലൂടെ നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ അവിടെ അങ്ങനെ പഠിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ചില സംശയങ്ങൾ ബാലൻസ് ഉണ്ട്, പക്ഷെ നിങ്ങളിത് ഇവിടെ എഴുതി വെക്കുന്നു. ഈ റൂൾ അവിടെ എഴുതി വെച്ചതിന് ശേഷം നിങ്ങളതൊരു ഭാഗത്ത് കൃത്യംഗ നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ ടെക്സ്റ്റ് ബുക്കിലുള്ള ഭാഗം ഏതാച്ചാൽ അത് വേറൊരു ഭാഗം ബേസിക്സിൽ എഴുതി വെക്കും. യെസ്, അപ്പോൾ ഈ ചോദ്യത്തിൽ നമുക്കിപ്പോൾ റൂൾ അറിയാം. ആ റൂൾ അറിയുമ്പോൾ ഇനി 2/3 ഇൻറ്റു 5/4 വില എത്രയാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത് മനസ്സിൽ പല റൂളും വരും. ഇനി അടുത്തതാണ്, നിങ്ങൾക്ക് ഡൈവേർജൻ്റായി തിങ്ക് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി വേണം. ഒന്ന് തന്നെ പലതാണ്, ഒന്നായ നിന്നെ ഈഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ എന്ന് പറയും അല്ലേ? ഒന്നിനെ തന്നെ പലതായി കാണാൻ പറ്റണം. ഒരു ഉദാഹരണത്തിന്, ഇത് ഗണിതത്തിൽ പ്രോബ്ലങ്ങൾ സൊല്യൂഷൻസ് കാണുമ്പോൾ, നമ്മുടെ നിത്യജീവിതത്തിലാണെങ്കിലും നമ്മൾ സൊല്യൂഷൻസ് കാണുമ്പോൾ ഒരുപാട് സൊല്യൂഷൻസിനെ കണ്ടെത്തുകയും അതിൽ നിന്ന് ഒരു ശരിയായ അപ്രോച്ച് സ്വീകരിക്കുകയും ചെയ്യലാണ് നമ്മുടെ ജീവിത വിജയത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടെന്നും അത് പരിഹരിക്കാൻ പല വഴികളുണ്ടെന്നും ആ പല വഴികളിൽ ഏറ്റവും മികച്ച ഒന്നിനെ തിരഞ്ഞെടുക്കാനുള്ള നമ്മുടെ ശേഷിയുമാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം അല്ലേ? അല്ലാതെ ഒന്നിന് ഒരു വഴി മാത്രമല്ലുള്ളൂ, അത് വളരെ പ്രധാനമാണ്. അപ്പോൾ PSC പരീക്ഷയിൽ മാത്സ് മനസ്സിലാവുന്നില്ലെങ്കിൽ മാത്സ് മനസ്സിലാക്കാൻ ഒരുപാട് വഴികളുണ്ടെന്നും അതിൽ എനിക്ക് അനുയോജ്യമായ ഒരു വഴി കണ്ടെത്താൻ പറ്റുമെന്ന് ആദ്യം വിശ്വാസം വേണം. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഇതിനെ നോക്കാൻ. അപ്പം നോക്കൂ, നമ്മൾ ഈ കൃത്യംഗ നിയമം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്തെല്ലാം തരത്തിൽ ചെയ്യാം. നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന റൂൾ എന്താ നോക്കുക. ഏകാദം M ഇൻറ്റു ഏകാദം N, ഇതൊക്കെ ഒറ്റയടിക്ക് കഴിയൂട്ടാ ഒരിക്കൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലാതെ ഒരുപാട് നേരം വേണ്ട. ആ പ്രോസസ്സൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നടക്കും. ഇപ്പം 2/3 ഇൻറ്റു 5/4, ഏകാദം M ഇൻറ്റു ഏകാദം N കൊടുക്കാൻ പറ്റില്ല. എന്താണ് കാരണം? അവിടെ ആര് വ്യത്യസ്തമാണ്? അവിടുത്തെ 5/4 2/3 ആണ്, ബേസ് വ്യത്യസ്തമാണ്. ഏകാദം M/N അല്ല വന്നിട്ടുള്ളത്, M/ഏകാദം N ഹരണമല്ല വന്നിട്ടുള്ളത്. ഏകാദം -M പോലെ ഒന്നും വന്നിട്ടില്ല. പിന്നെയുള്ളത് ഏതാണ്? പിന്നെയുള്ളത് നമുക്കറിയാം, ഏകാദം M ഇൻറ്റു ബീഘാതം M സമം ഏകാദം A ഇൻറ്റു ബീഘാതം M ആണ്. ഇതിനൊരു വഴിയുണ്ടോ എന്ന് കണ്ടെത്തലാണ് അടുത്ത പരിപാടി. അങ്ങനെ വരുമ്പോൾ ഇവിടെ 2/3 ആണ്, പക്ഷെ ഇവിടെ 5/4 ആണ്. പക്ഷേ 2/3 ഇൻറ്റു 5/3 എന്ന് എഴുതി കൂടെ? പക്ഷെ 5/4 ആക്കാനോ? 5/4 ആക്കാൻ ഒരു 5 കൊണ്ട് കൂടി ഗുണിച്ചാൽ പോരെ? ഇപ്പം ഇവിടെ നോക്കൂ, ഇവിടെ ഒരു 1 കൂടി ഇട്ടാൽ 3 3 4, ഇത് 5/4 തന്നെയാണ്. ഇങ്ങനെ ചിന്തിക്കൽ എങ്ങനെയാ? അതിങ്ങനെ കണക്ക് ചെയ്ത് 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 നമ്മളിങ്ങനെ ഡൈവേർജൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യാൻ നമുക്ക് കഴിവ് തന്നെത്താൻ വരും. പിന്നെ ഇതുപോലത്തെ പ്രോബ്ലം വരുമ്പോൾ അത് പെട്ടെന്ന് കണക്ട് ചെയ്ത് വരും. അപ്പം സമം നമുക്ക് മനസ്സിലായി 2 ഇൻറ്റു 5/3 ആണ്, ഇൻറ്റു 5 ആണ്. ആ ഒരു എക്സ്പീരിയൻസ് വന്നോ? ഇങ്ങനെയുണ്ടല്ലേ. 2 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10/3 ആണ്. 10/3 ഇൻറ്റു 5 ആണ്. 10/3 എത്രയാണ്? 10/3 കണ്ടെത്താൻ പല വഴികളുണ്ട്. 10/3 കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. ഇനി നേരത്തെ പ്രയാസമൊന്നുമില്ല. 10 ഇൻറ്റു 10 ആണ്, 1000 ആണ്. ഇനി അതല്ലെങ്കിൽ ഓർക്കുക, 10/3 എന്ന് പറയുന്നത് 1ൻ്റെ ഒപ്പം 3 പൂജ്യം ചേർന്നതാണ്. 10/4 എന്ന് പറയുന്നത് 1ൻ്റെ ഒപ്പം 4 പൂജ്യം ചേർന്നതാണ്. അപ്പൊ അവിടെ ഒരു ഷോർട്ട് കട്ട് കിട്ടിയോ? 10/100 നമ്മൾ ഗൂഗോൾ എന്ന് പറയുന്നത്. 1ൻ്റെ ഒപ്പം 100 പൂജ്യം, എന്തൊരു വലിയ സംഖ്യ ആയിരിക്കും.
PSC പരീക്ഷയ്ക്ക് വരാം. 5ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലുണ്ട്. ഇതിനെയാണ് ഗൂഗിൾ എന്ന് പറയുന്നത്. ആ ഗൂഗിൾ എന്നുള്ള പേരാണ് ഗൂഗിൾ എന്നുള്ള പേരായി മാറിയത്. 1ന്റെ ഒപ്പം 100 0 എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എളുപ്പമായി ഇപ്പം ഈ ചോദ്യം നമുക്ക് വളരെ എളുപ്പമായി. 10⁻3 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇപ്പോൾ 1000 ആണ്. 1000ത്തെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 5 കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ, 1000ത്തെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 5 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചോദ്യം എഴുതിയെടുത്തു നോട്ടിലേക്ക്, സ്വയം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് അതാണ്. സ്വയം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി. പറ്റിയാലും പറ്റിയില്ലെങ്കിലും പറ്റുമോ? യെസ് ആണെങ്കിലും നോ ആണെങ്കിലും നിങ്ങൾ വീഡിയോ തുടർന്ന് കണ്ടു. അപ്പൊ യെസ് ആണെങ്കിൽ എന്തിനാ വീഡിയോന്റെ ആ ഭാഗം ഒഴിവാക്കി കണ്ടൂടെ? പോരാ, അവിടെ ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച രീതി അതല്ലെങ്കിലോ. മാത്സ് നന്നായി അറിയാത്തവരുടെ കാര്യമാണ്. നിങ്ങൾ ഉപയോഗിച്ച രീതിയെക്കാട്ടിലും കുറെ കൂടി ബെറ്ററായ വഴി ഉണ്ടെങ്കിലോ. നോ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കാണണം. വീഡിയോ തുടർന്ന് കണ്ട് ഇതുപോലെ മനസ്സിലാക്കി. ചോദ്യം മനസ്സിലാക്കണം. വീഡിയോ തുടർന്ന് കാണുമ്പോൾ ആ ചോദ്യം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ചിലപ്പോൾ എല്ലാ ഉത്തരവും നിങ്ങൾക്ക്, ആ ചോദ്യത്തിലുള്ള എല്ലാ സംശയങ്ങളും അവിടെ ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ആ വീഡിയോൻ്റെ ഒപ്പം തന്നെ SCERT ബുക്കോ അതല്ലെങ്കിൽ ഗൂഗിളിലോ തിരഞ്ഞ ചോദ്യം മനസ്സിലാക്കി ആ ചോദ്യത്തിൻ്റെമായി ബന്ധപ്പെട്ട എല്ലാ റൂളുകളും പഠിച്ചതിന് ശേഷം തിരിച്ച് ആ വീഡിയോ കണ്ട് ആ ചോദ്യം കംപ്ലീറ്റ് ആയി മനസ്സിലാക്കുക, അതിൻ്റെ വഴികളും മനസ്സിലാക്കുക. ഇനി അടുത്ത പരിപാടി, നിങ്ങൾ ഉടൻ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകലല്ല. ഈ കണക്കിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് കാണുമ്പോൾ ഇത് ചെയ്യാൻ പറ്റും എന്ന് തോന്നും. പിന്നീട് സ്വയം ചെയ്യാൻ നോക്കുമ്പോൾ ചെയ്യാനേ പറ്റില്ല. തീർച്ചയായും നിങ്ങൾ എന്തും ധൃതിയിൽ അർജന്റായിട്ട് പഠിക്കാതിരിക്കുക. ഓക്കെ, 2 മാസം കൊണ്ട് PSC പഠിച്ചെടുക്കാം. നെവർ. നിങ്ങൾക്ക് അടിസ്ഥാനപരമായ ഒരു അറിവുമില്ലെങ്കിൽ അത് ഡിഫിക്കൽട്ടാണ്. 1 വർഷം പഠിച്ചെടുക്കാൻ പറ്റും. സാവധാനം പഠിച്ചു പോയാൽ മതി. ഈ അർജൻസി, അതായത് എക്സാമിൻ്റെ ഒരു 3 ആഴ്ച മുമ്പ് ഇതെങ്ങനെ ക്രാക്ക് ചെയ്യാം. നിങ്ങൾ കേൾക്കുന്നുണ്ടാവും 1 മാസം കൊണ്ട് PSC നേടിയെടുത്തു. 1 മാസം കൊണ്ടൊന്നല്ല, അവർക്ക് പൂർവാർജിതമായ ഒരുപാട് അറിവുണ്ട്. അതിൻ്റെ മുകളിൽ നിന്നിട്ടാണ് അവർ ഈ കളി കളിക്കുന്നത്. ഓക്കെ, റോമാ നഗരം 1 ദിവസം കൊണ്ടല്ല സൃഷ്ടിച്ചത്. നിങ്ങൾ കേട്ടിട്ടില്ലേ? പല ദിവസം എടുക്കും. അത് പ്രകൃതി നിയമമാണ്. അപ്പോൾ അവിടെ നിങ്ങൾ സാവധാനം ഇങ്ങനത്തെ ഒരു അപ്രോച്ച് എടുക്കുക. കഴിഞ്ഞിട്ടില്ല, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ എഴുതി വെക്കുക. അന്ന് തന്നെ തീർത്തോളന്നില്ല. ആ എഴുതി വെച്ചത് പിന്നീട് നോക്കണം. SCERT ബുക്കിലോ അല്ലെങ്കിൽ മറ്റ് വീഡിയോ ക്ലാസ്സുകളോ കണ്ട് നിങ്ങൾക്ക് മെല്ലെ 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 ആ ഭാഗം കംപ്ലീറ്റ് ആക്കുക. അപ്പം കൃത്യങ്ക നിയമങ്ങൾ അല്ലെങ്കിൽ 2⁻3 × 2⁻5 ഇത് നിങ്ങൾക്ക് തിരഞ്ഞ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഡോണ്ട് വറി, അവിടെ എഴുതി വെച്ചു. ഇതെനിക്ക് മനസ്സിലായിട്ടില്ല. 2⁻3 അർത്ഥം മനസ്സിലായിട്ടില്ല. 2⁻3 × 5⁻2 ഇതിനെന്തെങ്കിലും നിയമങ്ങളുണ്ടോ? ആ നിയമങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു നോട്ടിൽ എഴുതി വെച്ചു. പിന്നീട് അതിനോടുള്ള തുടർച്ചയായ അന്വേഷണങ്ങളായി ഒന്നില്ലെങ്കിൽ SCERT ബുക്കിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾക്ക് മെല്ലെ മെല്ലെ ഉത്തരം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ മാത്സ് തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. മറ്റേതെങ്കിലും വീഡിയോയിൽ കിട്ടും. നമ്മുടെ കോഴ്സിലാണെങ്കിൽ നിങ്ങളെ അതിനനുസരിച്ച് ഗൈഡ് ചെയ്യും. വീഡിയോ തുടർന്ന് കാണുന്നു, നിങ്ങൾ ആ ചോദ്യം മനസ്സിലാക്കുന്നു, അതിൻ്റെ വഴികൾ മനസ്സിലാക്കുന്നു. 4ാമത്തെ സ്റ്റെപ്പ്, ആ വീഡിയോ പോസ് ചെയ്ത് സ്വയം ചെയ്തു നോക്കുക. ചിലപ്പോൾ നിങ്ങൾ സ്റ്റക്കാവും. അപ്പം മനസ്സിലാക്കുക ആ സ്റ്റെക്ക്, അതായത് എന്താ ഇപ്പം ചെയ്തത്? 2⁻3 × 5⁻4 നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് കിട്ടുന്നില്ല. അപ്പം നിങ്ങൾ ആ വീഡിയോൻ്റെ അടുത്ത ഭാഗം കാണുക. അപ്പം അവിടെ ഒന്നും കൂടി ഉറച്ചു. അവിടെ 2⁻3 × 5⁻3 × 1 ചെയ്തിട്ടുള്ളത്, 5 ആണ് ചെയ്തിട്ടുള്ളത്. യെസ്. ചിലപ്പോൾ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക്, അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ഏതാ? 2 × 5⁻3. ചിലപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഈ ബേസിക് റൂൾസ് നിങ്ങൾ പഠിച്ചിട്ടില്ല, നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് എടുത്ത് എഴുതി വെക്കുക. ഇതെനിക്ക് മനസ്സിലാക്കാനുള്ളതാണെന്ന് അർത്ഥം. × 5. അപ്പോൾ 10⁻3 × 5 1000 × 5 = 5000 എന്ന് കിട്ടും. ഇങ്ങനെ ഓരോ 10 ചോദ്യങ്ങൾ വരെ
നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു പല ദിവസങ്ങളിലായി. പിന്നെ അടുത്ത 10 എണ്ണമൊക്കെ ആയി കഴിഞ്ഞാൽ ചോദ്യങ്ങൾ മാത്രം ഒരു പേപ്പറിലേക്ക് എടുത്തെഴുതുക. എന്നിട്ട് വീണ്ടും സ്വയം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. പല ചോദ്യങ്ങളുടെയും രീതിയും അപ്രോച്ച് നിങ്ങൾ മറന്നുപോയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ വീണ്ടും അത് കണ്ട് ആ വഴി നിങ്ങളുടെ നോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ അന്നത്തെ വീഡിയോ ക്ലാസ് അതിൻ്റെ യൂട്യൂബ് ലിങ്ക് കാണിച്ചാൽ അത് ശേഖരിച്ചു വെച്ച് നിങ്ങൾ വീണ്ടും അതിലൂടെ കടന്നു പോവുക. സാവധാനം 10 ചോദ്യങ്ങളായല്ലോ, അത് 20 ചോദ്യങ്ങളാകുമ്പോൾ 1 മുതൽ 20 ചോദ്യങ്ങൾ നേരത്തെ പ്രോസസ്സിൽ വീണ്ടും ചെയ്തു നോക്കുക. എന്നിട്ട് അപ്പോഴും കിട്ടാത്ത ചോദ്യങ്ങൾ വേറെ മാറ്റി വെക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്യുക. മെല്ലെ മെല്ലെ നിങ്ങൾ കണക്കിൽ ഒരു പുലിയായി മാറും, സംശയം വേണ്ട. ഓക്കെ, ഇതാണ് അതിന് ചെയ്യേണ്ട സ്റ്റെപ്പ്. സാവധാനം പതിയെ നിങ്ങൾ നല്ല രീതിയിൽ കണക്ക് കണ്ടു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റാവുന്ന മാത്സിലെ ഒരു പുലിയായിട്ട് മാറും. അടുത്തൊരു ചോദ്യത്തിലേക്ക് നോക്കാം. 4 ഘാതം 20 പ്ലസ് 8 ഘാതം 200 പ്ലസ് 32 ഘാതം 2000 തുല്യമായ ദശാംശ സംഖ്യ ഏത്? പലതരത്തിൽ ഇതിന് ചെയ്യാം. ഒന്ന് എന്നുള്ളത് ഇപ്പൊ 4/20 എങ്ങനെയാണെന്ന് കണ്ടെത്തുക. 4/20 കണ്ടെത്താൻ പല വഴിയുണ്ട്. 4 ഹരിക്കണം 20 കണ്ടെത്താം. ഓക്കെ, അതായത് 4ൽ 20 പോകുക, ഇതല്ലട്ടോ വഴി. പക്ഷെ പല വഴികളുണ്ട്. ആ വഴികളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 4/20 എന്താണ് എന്ന് നോക്കുക. അപ്പൊ 4ൽ 20 പോവില്ല, 0.2 0 2 40 0 കിട്ടി. അപ്പോൾ 4/20 എന്ന് പറഞ്ഞാൽ 0.2 ആണ്. അടുത്ത ഏതാ? ഇതല്ലട്ടോ വഴി, പക്ഷെ ഇത് അറിഞ്ഞിരിക്കണം നിങ്ങൾ. 8/200 നിങ്ങൾ ചെയ്ത് നോക്കുക. 8/200 8/200 വരുമ്പോൾ 8/200 8നെ 200 കൊണ്ട് ഹരിക്കുക. 8നെ 200 കൊണ്ട് ഹരിക്കുമ്പോൾ 8ൽ 200 പോവില്ല, 0.2 0 അപ്പോഴും പോകുന്നില്ല. വീണ്ടും അപ്പൊ 0 പ്രാവശ്യമേ പോകുള്ളൂ. 0 × 20 0, സോറി 0 × 20 0, ബാലൻസ് 80 തന്നെ. അടുത്ത 0 ഇറക്കിയിട്ടു. കാരണം അവിടെ ഇഷ്ടം പോയിന്റ് ഇട്ടാൽ നിങ്ങൾക്ക് 0 ഇങ്ങനെ ഇറക്കിയിട്ട് കൊണ്ടേയിരിക്കാം. ഇനി ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട SCRT ഭാഗപാഠം ഒന്ന് പോയി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവും, ഈ ഹരണം എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ 800ൽ 200 4 പ്രാവശ്യം, 4 200 800. ഇപ്പം നമുക്ക് 8/200 സമം 0.04 എന്ന് കിട്ടിയിട്ടുണ്ട്. അടുത്ത ഏതാ? അടുത്തത് എന്ന് പറയുന്നത് 32/2000 ആണ്. ഇതുപോലെ തന്നെ നിങ്ങൾ 32നെ 2000 കൊണ്ട് ഹരിച്ചു നോക്കുക. ഇത് PSCക്ക് പറ്റുമോ? ഇല്ല. പക്ഷെ ഇത് അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ട്? അതറിഞ്ഞിരിക്കണം. കാരണം ഇത് അപ്ലൈ ചെയ്യേണ്ട ഭാഗം വരുമ്പോൾ പിന്നെ നിങ്ങൾക്ക് പ്രശ്നം വരില്ല. 32 ഇങ്ങനെയല്ല ഈ ചോദ്യം ചെയ്യുക. അവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും 0.00. അവിടെ 2 0 ഇട്ടപ്പോൾ എത്ര 0 വന്നു? ഇവിടെ നിങ്ങൾക്ക് ഇവിടെ പോയിന്റ് ഇട്ടുകൊണ്ട് ഈ 3 2 എന്നുള്ളത് എന്തായി മാറിയിട്ടുണ്ടാവും? വീണ്ടും 2 0. ഓരോ 0 ഇടുമ്പോഴും 0 × 2000 പോയില്ല. ഇവിടെ 320 മാറും. ഇവിടെ 3200 മാറിയിട്ടുണ്ടാവും. ഇപ്പോഴും പോവോ എന്ന് ചോദിച്ചാൽ പോവും. ഇവിടെ ശ്രദ്ധിക്കണം, 3200ൽ 2000 പോവും. എത്ര പ്രാവശ്യം? ഒരു തവണ. ബാക്കി 2000 ഇട്ടു. ഇനി അടുത്ത എന്തെഴുതി? ബാലൻസ് എത്രയാണ്? 1200. വീണ്ടും ഒരു 0 ഇട്ടു. അപ്പോൾ 6 പ്രാവശ്യം കറക്റ്റായിട്ട് പോയി. ഇപ്പം നമുക്ക് 0.0016 എന്ന് കിട്ടി. ഇപ്പൊ നോക്കൂ, നമുക്ക് കൂട്ടാനുള്ളതൊക്കെ കിട്ടി. 0.2ഉം 0.04ഉം 0.0016 നമുക്ക് എന്താണുള്ളത് ഇനി കൂട്ടാനുള്ളത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇപ്പൊ 8/200 എന്ന് പറയുമ്പോൾ 8നെ 200 കൊണ്ട് നമ്മളിവിടെ ഹരിക്കുമ്പോൾ നമുക്കിവിടെ സ്ഥലമില്ല. 8നെ 200 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മളിവിടെ ചെയ്തില്ല. ഞാനത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചെയ്തു വെച്ചിരുന്നത്. ഇവിടെ നിങ്ങൾ ഇപ്പൊ 0.2ഉം 0.04ഉം 0.0016 നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നുണ്ടല്ലോ. ഇനി 0.2 ചിലവരിങ്ങനെ എഴുതി വയ്ക്കും. 0.2 എഴുതി, പിന്നെന്തെഴുതി? 0.04 ഇങ്ങനെ എഴുതി, പിന്നെ 0.0016 ഇങ്ങനെ എഴുതി, ഇങ്ങനെ കൂട്ടി വയ്ക്കും. ഇത് തെറ്റാണ്. അവിടെ നിങ്ങൾ ഓർക്കേണ്ടത് ലൈൻ അപ്പ് ദ പോയിന്റ്സ്. പോയിന്റുകൾ മുഴുവൻ ഒരു ലൈനിലായിരിക്കണം. ഇത് തെറ്റാണ്. ഇങ്ങനെ കൂട്ടാൻ പാടില്ല.
അതായത് ഒരു പോയിന്റ് ഇട്ടാൽ അതിന്റെ താഴെ തന്നെ അടുത്ത പോയിന്റും വേണം. അപ്പൊ 0.2 0.04 അതാണ് ലൈനം. ഒരു ലൈനിൽ തന്നെ വരിക 0.0016. ഇനി കൂട്ടിയാൽ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും 6142 0.2416 എന്ന് കിട്ടി. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് അവിടെ ഉത്തരം 0.2416 എന്ന് കിട്ടി. അത് ശരിയായ ഉത്തരമാണ്. പക്ഷേ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെയാണ് നിങ്ങൾ നോക്കേണ്ടത്. ഈ അടിയിലുള്ളത് എപ്പോഴും 100 10 100 1000 ആക്കിയാൽ ഹരണം എളുപ്പമാണ്. എന്താ ഞാൻ പറഞ്ഞത്? ഈ അടിയിൽ കിടക്കുന്ന ഛേദമുണ്ടല്ലോ, അതിനെ എപ്പോഴും നിങ്ങൾക്ക് 10 100 1000 10 100 10ന്റെ കൃതികളാക്കുക. 10 ആക്കുക, അല്ലെങ്കിൽ 100 ആക്കുക, അല്ലെങ്കിൽ 1000 ആക്കുക, അല്ലെങ്കിൽ 10000 ആക്കുക, അല്ലെങ്കിൽ 1,00,000 ആക്കുക. ഇതൊക്കെ SCERT ബുക്കിൽ പറയുന്നുണ്ട് ഈ ഹരണ രീതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായി. അപ്പൊ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ചോദ്യം കാണുമ്പോൾ മനസ്സിലാവില്ല. പക്ഷേ യൂട്യൂബിൽ ചെയ്യുമ്പോൾ ഈ പ്രോബ്ലം ചെയ്ത യൂട്യൂബർ ഇങ്ങനെ ആയിരിക്കില്ല ചെയ്തിട്ടുണ്ടാവുക. അയാൾ ചെയ്തിട്ടുണ്ടാവുക ഈ 20നെ 5 കൊണ്ട് ഗുണിച്ചിട്ടുണ്ടായിരിക്കും. ഛേദത്തെ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അംശത്തെയും അതേ സംഖ്യ കൊണ്ട് ഗുണിക്കണം. അപ്പോഴേ അവ തുല്യ ഭിന്നമാവുള്ളൂ. അപ്പോൾ ഇവിടെ 4 5 20 ആയിട്ടുണ്ടാവും. 20 × 5 100. അടുത്തത് 8/200. നിങ്ങൾക്ക് 200നെ 5 കൊണ്ട് ഗുണിച്ചാൽ 1000 ആയി. അപ്പൊ ഇവിടെയും 5 കൊണ്ട് ഗുണിക്കണം. ഇനി 32/2000. ഈ താഴത്തുള്ളതിനെ 5 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെയും 5 കൊണ്ട് ഗുണിക്കണം. ഇപ്പൊ ഇവിടെ 100 ആയി, ഇവിടെ 1000 ആയി, ഇവിടെ 10000 ആയി. ഇനി എളുപ്പമാണ്. ഇപ്പൊ 4 5 20 ആണ്. 20/1000 ആണ്. 20/100 ആണ്. 1 0 1 0 വെട്ടിപ്പോയി. 2/10 എന്ന് പറഞ്ഞാൽ 0.2 ആണ്. ഇങ്ങനെ ഓരോ സംഖ്യയും നിങ്ങൾക്ക് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് ഒക്കെ കൂടി കൂട്ടുമ്പോൾ 0.256 സോറി 0.256 എന്ന് കിട്ടും. അല്ല 0.256 തന്നെയാണ് കിട്ടിയത്. നമ്മൾ നേരത്തെ ചെയ്തോടത്ത് ഒരു ചെറിയ തെറ്റുണ്ട്. ഇവിടെ 0.2, ഇവിടെ 0.04, ഇവിടെ 0.016 വരുള്ളൂ. എന്തുകൊണ്ട് 0.016? ഞാൻ ഇവിടെ ഹരിക്കുമ്പോൾ 32/2000 ആണ്. 32/2000 എന്ന് പറയുന്നത് ചെയ്തോടത്തുള്ളൊരു ചെറിയ തകരാറാണ്. 0.2 നമുക്ക് ഇവിടെ അപ്പോൾ ഇവിടെ നമുക്ക് 0 ചേർക്കാം. 0.2 0 ചേർക്കാം എന്ന് നിങ്ങൾക്കറിയാം. അപ്പം 320 ആയി. 320ൽ 2000 പോവില്ല. ഒരു 0 ഇട്ടു. വീണ്ടും നമുക്ക് 3200 എന്നാക്കാം. അപ്പോൾ ഒരു 2000 ബാലൻസ് 1200. വീണ്ടും 0 ഇട്ടു. 6 2000. അപ്പോൾ 0.016 വരുള്ളൂ. 0.016 വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ കൂട്ടേണ്ടത്. 0.016 വെച്ച് കൂട്ടുമ്പോൾ ലൈൻ ഓഫ് ദ പോയിന്റ്സ് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? അപ്പോൾ 4/20 എന്നുള്ളത് നിങ്ങൾക്ക് എന്തായി മാറി? 0.2 മാറി. 8/200 എന്നുള്ളത് 0.04 മാറി. 32/2000 എന്നുള്ളത് 0.016 മാറി. ഇത് കൂട്ടുമ്പോൾ 6 4 1 5 2 0.256. ഇവിടുത്തെ ആൻസർ 0.256. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്തു പോകേണ്ടത്. അതായത് ഈ സ്റ്റെപ്പിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ആ ഭാഗം ഒന്ന് എഴുതി വെക്കുക. പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷണം അങ്ങനെ മെല്ലെ മെല്ലെ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് മെല്ലെ മെല്ലെ കിട്ടിക്കൊണ്ടിരിക്കും. ഒരു ജോലി ചെയ്ത് തീർക്കാൻ ബാലു തനിച്ചു ചെയ്താൽ 10 ദിവസവും രാമു തനിച്ച് ചെയ്താൽ 15 ദിവസവും വേണം. രാമുവും ബാലുവും ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കാം? ഞാൻ സാധാരണ ചെയ്യണത് പോലെ ചെയ്തു പോവുകയാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും സ്റ്റെപ്പൊക്കെ അറിയില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഓരോ സ്റ്റെപ്പ് നോക്കുക. നിങ്ങൾക്ക് ഏത് സ്റ്റെപ്പാണ് മനസ്സിലാവാത്തതെന്ന് പറയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട റൂൾ അറിയാം. എനിക്ക് ആ റൂളൊക്കെ അറിയുന്നതുകൊണ്ടാണ് ഞാനത് പെട്ടെന്ന് ചെയ്ത് തീർക്കുന്നത്. അപ്പോൾ അത് സാവകാശമേ നടക്കുള്ളൂ. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നടക്കില്ല. മറ്റേ നിങ്ങൾ കാണാപ്പാഠം പഠിക്കലാണ്. ഒരു ജോലി ചെയ്ത് തീർക്കാൻ ബാലു ചെയ്താൽ 10 ദിവസം വേണം. ബാലു ചെയ്താൽ 10 days വേണം. രാമു തനിച്ച് ചെയ്താൽ 15 ദിവസം വേണം. ഇനി അടുത്ത മെത്തേഡാണ് ഞാൻ ഇവിടെ പറയുന്നത്, ശ്രദ്ധിക്കുക. ഒരു ജോലിക്ക് ബാലുവിന് എത്ര ദിവസം വേണം? 10 days പൂർത്തിയാക്കാൻ.
രാമുവിന് 15 days വേണം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ വരുമ്പോൾ ഇതിനെ എങ്ങനെ ഗണിതപരമായി എക്സ്പ്രസ് ചെയ്യാം. ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ഗണിതപരമായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം അവരെത്ര പണി ചെയ്യും? ബാലു ചെയ്യുന്നത് 1/10 പണിയാണ്, രാമു ചെയ്യുന്നത് 1/15 പണിയാണ്. നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. ഒരു പാഠം ആണ് കിളക്കേണ്ടത്. ഇപ്പൊ ബാലുവും രാമുവും സുഹൃത്തുക്കളാണ്. കഴിഞ്ഞ വർഷം ബാലു ഒറ്റയ്ക്ക് കളച്ചു, രാമുവിനാണ് ഇനി അടുത്ത പരിപാടി. ഒരു വേനൽക്കാല കൃഷി തുടങ്ങിയതാണ്, പാടത്താണ്. ഇപ്പൊ ബാലു 10 ദിവസം കൊണ്ട് തീർക്കുമ്പോൾ ബാലു എങ്ങനെയാണ് തീർത്തത്? ബാലു ആ പാടത്തെ 10 കഷ്ണങ്ങളാക്കി 10 ചതുരങ്ങളാക്കി വരച്ചിട്ടു. ഓരോ ദിവസം ഓരോ ഭാഗം ചെയ്തു. അപ്പൊ ബാലു ചെയ്ത വർക്ക് എത്രയാണ്? ഈ പാടമാണെങ്കിൽ ഈ പാടത്തെ ബാലു എന്ത് ചെയ്തിട്ടുണ്ട്? 10 കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. കണ്ടുവോ? എന്നിട്ട് ഓരോ ദിവസവും ഓരോ ഭാഗം ചെയ്തു. അപ്പൊ ആകെ 10 ഭാഗമാക്കിയതിൽ ഒരു ഭാഗമല്ലേ ഓരോ ദിവസവും ചെയ്യുന്നത്? അതാണ് 1/10. രാമു അപ്പൊ 15 കഷ്ണമാക്കി, അതിൽ ഒന്നല്ലേ ഒരു ദിവസം ചെയ്തിട്ടുണ്ടാവുക? 15 ദിവസം കൊണ്ട് 15ഉം കംപ്ലീറ്റ് ആകുമ്പോൾ 15 കംപ്ലീറ്റ് ആയി. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ആ കൺസെപ്റ്റ് വന്നു. ഇങ്ങനെ പിക്ചറൈസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. ഇതൊക്കെ 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള CRT പാഠപുസ്തകത്തിലുണ്ട്. അപ്പൊ അവിടെ കൺസെപ്റ്റ് നിങ്ങൾക്ക് പിടികിട്ടി. ആ കൺസെപ്റ്റിൽ നിന്ന് നിങ്ങൾ ഇവിടെ അറിയേണ്ടത്, ഈ പ്രോബ്ലം ക്രാക്ക് ചെയ്യുമ്പോൾ ഒരാൾ, ഇപ്പോ ഞാൻ കേശവനാണ് എടുക്കുക. കേശവൻ ഒരു ദിവസം 1 ഡേയിൽ 8 പണിയെടുക്കും എന്ന് പറഞ്ഞാൽ ആ പണി പൂർത്തിയാക്കാൻ കേശവന് വേണ്ടത് 8 ദിവസമാണ്. തിരിച്ച് കേശവൻ 8 ദിവസം കൊണ്ട് ഒരു പണി പൂർത്തിയാക്കും എന്ന് പറഞ്ഞാൽ കേശവന് ഒരു ദിവസം ചെയ്യുന്ന പണി 1/8 ആണ്. ക്ലിയർ ആയല്ലോ? ഈ കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഈ കൺസെപ്റ്റ് വന്നുകൊണ്ട് ഈ ചോദ്യം നമുക്ക് നോക്കാം. ഒരു ജോലി ചെയ്തു തീർക്കാൻ ബാലു തനിച്ച് ചെയ്താൽ 10 ദിവസം വേണം. അപ്പൊ ബാലുവിന് ഇവിടെ 1/10 ഡേ വേണം. അല്ല, 1/10 ആണ് ബാലു ഒരു ദിവസം ചെയ്യുന്ന ജോലി. ഇനി രാമുവിനാണെങ്കിൽ 15 ദിവസം വേണം. അപ്പൊ രാമുവിന് ഒരു ദിവസം ചെയ്യുന്ന ജോലി 1/15 ആണ്. ഇനി രാമുവും ബാലുവും കൂടി ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കാം? ഒരു ദിവസം ബാലുവും രാമുവും ചെയ്തു ചേർക്കുന്ന ജോലി എന്തായിരിക്കും? ഒരു ദിവസം ബാലു തീർക്കുന്ന ജോലി 1/10 ആണ്. ഒരു ദിവസം രാമു ചെയ്തു തീർക്കുന്ന ജോലി 1/15 ആണ്. അപ്പൊ 1/10 + 1/15 കണ്ടാൽ ഒരു ദിവസം അവരെത്ര ജോലി ചെയ്തു തീർക്കുമെന്ന് കിട്ടും. അപ്പൊ നമ്മൾ 1/10 + 1/15 നമുക്ക് ചെയ്യണം, അല്ലെ? 1/10 + 1/15 ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ആൾജിബ്രിക്കൽ ഐഡന്റിറ്റി ഓർത്തു വെക്കണം. 1/a + 1/b = a + b/ab ആണ്. ഇപ്പൊ ഇതെവിടുന്ന് കിട്ടും? SCRT ബുക്കിലുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും അയാൾ. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ അതെന്താണെന്ന് ചോദ്യമാർക്ക് ഇടണം. നമ്മുടെ കോഴ്സിലാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണെന്ന് വിശദീകരിച്ചു തരും. ഇത് എത്തുന്നൊരു വഴിയുമുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നോക്കൂ, രണ്ടിലും അംശം എന്താണ്? അംശം ഒന്ന് തന്നെയാണ്. രണ്ടിൻ്റെയും അംശം ഒന്നായിരിക്കണം. ഛേദം വ്യത്യസ്തമാവുകയും ചെയ്താൽ അവ തമ്മിൽ കൂട്ടുമ്പോൾ ഛേദങ്ങൾ തമ്മിൽ കൂട്ടുക, ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക, എന്നിട്ടാണ്ട് ഹരിച്ചിടുക. ഛേദങ്ങൾ തമ്മിൽ കൂട്ടി ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ച് ഹരിച്ചിട്ടാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇവിടെ വരുന്ന 1/10 + 1/15, 10ഉം 15ഉം കൂട്ടിയാൽ 25 ആണ്. 10 × 15 150 ആണ്. 25/150 രണ്ടിലും 25 പോകും. ഒരു 25 25 6 25 150. നിങ്ങൾക്ക് എന്ത് കിട്ടി? 1/6 എന്ന് കിട്ടി. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഉത്തരം 25/150 ആണ് കിട്ടുക. 25/150 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/6 ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം എന്തായി കിട്ടി? 1/6 എന്ന് കിട്ടി. അതായത് ബാലുവിനും രാമുവിനും കൂടി ഈ പണി ചെയ്തു തീർക്കാൻ വേണ്ടത്, ഒരു ദിവസം ചെയ്തു തീർക്കുന്ന പണി 1/6 ആണ്. ബാലുവും രാമുവും കൂടി ഒരു ദിവസം ചെയ്തു തീർക്കുന്ന പണി 1/6 ആണെങ്കിൽ അപ്പൊ നമുക്കറിയാം 6 ദിവസം കൊണ്ട്. കാരണം ഓരോ ദിവസവും ഓരോ പാർട്ട് കഴിക്കവര്. അങ്ങനെ ആകെ എത്ര പാർട്ടാണുള്ളത്? 6 പാർട്ടാക്കിയതിൽ ഒരു പാർട്ടാ കഴിക്കണത്. അടുത്ത ദിവസം 2 ആയി, മൂന്നാമത്തെ ദിവസം 3 ആയി. അങ്ങനെ എത്ര ദിവസം കൊണ്ട്? 6 ദിവസം കൊണ്ട് കഴിയും. 6 days കഴിഞ്ഞു. സോ സിമ്പിൾ. ക്ലിയർ ആവുന്നുണ്ടോ? ഈ ചോദ്യങ്ങളൊക്കെ സിമ്പിളാണ്. ഓക്കെ,
ഇപ്പം ഹായ് ഫ്രണ്ട്സ് അവസാനം വരെ കണ്ടവരെന്ന് പറയുക. ഇങ്ങനെ പഠിച്ചു പോയാൽ നിങ്ങൾക്കത് ഈസിയായി മനസ്സിലാവില്ലേ? അങ്ങനെ നമുക്ക് പ്രോബ്ലങ്ങൾ ചെയ്തു പോകാം. നിങ്ങളുടെ സംശയങ്ങൾ പറയുക. അപ്പോൾ അതിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി പറയുന്ന ക്ലാസ്സുകൾ പൊതുവായി ഞാൻ ഇട്ട് തരാം. നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതെങ്കിലും പ്രോബ്ലം ചെയ്യണമെന്നാവരുത്. ബേസിക് കൺസെപ്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ബേസിക് കൺസെപ്റ്റുകൾ പറയുന്ന ക്ലാസ്സുകൾ മെല്ലെ മെല്ലെ ഇട്ട് തരും. ധൃതി പിടിക്കരുത്. ഓക്കെ, താങ്ക് യു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ